ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ അതിപുരാതനവും പ്രശസ്തവുമായ പരശുരാമനാൽ സ്ഥാപിതമായ പാക്കിൽ ക്ഷേത്രത്തെക്കുറിച്ചാണ്. പരശുരാമൻ്റെ പാക്കിൽ ക്ഷേത്രം പാക്കനാരുടെയും ക്ഷത്രിയ കുലാന്തകനായ ഭാർഗവരാമൻ തൻ്റെ ആയുധമായ പരശു അഥവാ മഴുമേന്തി 21 വട്ടമാണ് ദുഷ്ടസംഹരണാർത്ഥം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയത്. പാപപങ്കിലമായിരുന്ന ക്ഷത്രിയ വംശത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ വന്ന ഭൂമിദേവിയെ രക്ഷിക്കുവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ലാതിരുന്നതിനാലായിരുന്നുവത്രേ ഭഗവാൻ മഹാവിഷ്ണു ഇങ്ങനൊരു അംശാവതാരം എടുത്തത് തന്നെ. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനായി ഭഗവാൻ രാവണ നിഗ്രഹത്തിനുള്ള അവതാരമെടുക്കുമ്പോൾ തമ്മിൽ കണ്ടുമുട്ടും വരെ തൻ്റെ ചൈതന്യം സൂക്ഷിക്കുവാനും ശ്രീരാമചന്ദ്രനിലേക്ക് അത് പകരുവാനും ആയിരുന്നു മഹാവിഷ്ണു പരശുരാമനെ ചുമതലപ്പെടുത്തിയിരുന്നത്. തന്നിൽ നിക്ഷിപ്തമായിരുന്ന കർത്തവ്യമത്രയും ഭംഗിയായി നിർവഹിച്ച ശേഷം ചിരഞ്ജീവിയായ പരശുരാമൻ തപസ്സിനായി സ്വയം നിയുക്തനാവുന്നു. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം തൻ്റെ ആയുധമായ പരശു ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഭൂമിയുടെ തെക്കേ അറ്റത്ത് നിന്നുകൊണ്ട് കടലിൻ്റെ അത്യഗാധയിലേക്ക് അദ്ദേഹം തൻ്റെ മഴു വലിച്ചെറിഞ്ഞു. അത്ഭുതകരമായ സംഭവമായിരുന്നു അപ്പോൾ അവിടെ നടന്നത്. കുതിച്ചുയരുന്ന തിരമാലകളെ മുറിച്ചു മാറ്റി താഴേക്ക് പതിച്ച മഴുവിന് പകരം സുന്ദരമായ ഒരു ഭൂപ്രദേശം തെളിഞ്ഞു വന്നു. അതാണത്രേ നമ്മുടെ കൊച്ചു കേരളം. ഐതിഹ്യങ്ങളെയും പുരാണങ്ങളെയും അപ്പാടെ നാം വിശ്വസിക്കണമെന്നില്ലെങ്കിലും ഇന്ന് നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങളും ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും വെച്ച് നോക്കുമ്പോൾ അവയെ പൂർണ്ണമായി തള്ളിക്കളയാനും കഴിയില്ല. അത്തരത്തിലൊന്നാണ് പരശുരാമനും പാക്കനാരും പാക്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും. തപസ്സിന് പുറപ്പെടും മുമ്പ് മഴുവെറിഞ്ഞ് വീണ്ടു കിട്ടിയ ഭൂമി അനാഥമാക്കി ഉപേക്ഷിക്കുക പരശുരാമന് ബുദ്ധിമുട്ടായി തോന്നി. ഇത്രയും മനുഷ്യഹത്യ ലോക നന്മയ്ക്കായി ചെയ്തതാണെങ്കിലും തനിക്ക് വന്നു ഭവിച്ചിട്ടുള്ള പാപങ്ങളുടെ പരിഹാരാർത്ഥം കുറെ ബ്രാഹ്മണരെ കണ്ടെത്തി അവർക്കായി ഈ ഭൂമി ദാനമായി നൽകുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ കണ്ടെടുക്കപ്പെട്ട ബ്രാഹ്മണർ ഭൂദേവന്മാരായി വാണ്. അവർക്ക് ആരാധനയ്ക്കായി ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിച്ചു പ്രതിഷ്ഠ നടത്തി. അവയിൽ പ്രധാനപ്പെട്ട 7 ശാസ്താ ക്ഷേത്രങ്ങളും പെടുന്നു: ശബരിമല, കാന്തമല, തകഴി, പാക്കിൽ, അച്ചൻകോവിൽ, ആര്യൻകാവ്, കുളത്തുപുഴ എന്നിവയാണ് അവ. പാക്കിൽ പ്രതിഷ്ഠയ്ക്കെത്തിയ പരശുരാമൻ എത്ര പരിശ്രമിച്ചിട്ടും ഭഗവാൻ ധർമ്മശാസ്താവ് അവിടെ ഇരിക്കുവാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം വളരെ വിഷണ്ണനായി അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു പറയിപെറ്റ പന്തിരുകുലത്തിലെ പാക്കനാർ മുറവും കുട്ടയും വിൽക്കാൻ അതുവഴി വന്നത്. പരശുരാമനെ കണ്ടതോടെ തലയിലിരുന്ന മുറവും കുട്ടയും ഉലക്കയുമെല്ലാം താഴെ വെച്ച് കുശലത്തിലേർപ്പെട്ടു. പരശുരാമന്റെ വിഷമം മനസ്സിലാക്കിയ പാക്കനാർ അദ്ദേഹത്തോട് അനുവാദം വാങ്ങി ഒരു ശ്രമം നടത്തുവാൻ തന്നെ തീരുമാനിച്ചു. 2 കൈകൊണ്ടും ധർമ്മശാസ്താവിൻ്റെ ആ വിഗ്രഹമുയർത്തി ഇവിടെ പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിയായി ഇടിച്ചിരുത്തിയത്രേ. പിന്നീട് ഇളകാതെ ധർമ്മശാസ്താവ് നാട്ടാർക്ക് അഖിലകുല ദൈവമായി അവിടെ വാണു. അങ്ങനെ പാക്കനാർ പ്രതിഷ്ഠിച്ചതുകൊണ്ടും ഇവിടെ പാർക്ക് എന്ന് പറഞ്ഞതുകൊണ്ടും പാക്കിൽ ക്ഷേത്രം എന്ന് അറിയപ്പെട്ടു. പിന്നീട് സ്ഥലനാമം പോലും പാക്കിൽ എന്നായി മാറുകയും ചെയ്തു. ശബരിമലയ്ക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ഈ പ്രദേശത്തെ ഭക്തജനങ്ങൾ ഇവിടെ എത്തി മുദ്രമാല പൂജിച്ചണിഞ്ഞാണ് വ്രതം തുടങ്ങുക. പരശുരാമൻ സന്തുഷ്ടനായി യാത്ര പറഞ്ഞെങ്കിലും പാക്കനാർ കുറേനേരം കൂടി അവിടെയിരുന്നു. കുട്ടയും മുറവുമൊക്കെ വിറ്റിട്ടാണ് പോയത്. അതിൻ്റെ ഓർമ്മയ്ക്കായി ഇപ്പോഴും കർക്കിടക മാസത്തിൽ അവിടെ നടക്കുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന സംക്രാന്തി വാണിഭം ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മഹോത്സവം തന്നെയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മനുഷ്യജീവിതത്തിന് ആവശ്യമുള്ള സകല ജംഗമ വസ്തുക്കളും ഈ വിൽപ്പനമേളയിൽ ലഭ്യമാണ്. കേരളത്തിനകത്തും പുറത്തുമുള്ള ചെറുതും വലുതുമായ നിരവധി
നിർമ്മാണ കമ്പനികളും വ്യക്തികളും വിതരണക്കാരും ഇതിൽ പങ്കാളികളായിരിക്കും. കൂടാതെ മണ്ഡലവ്രതകാലത്തെ ചെറപ്പും മകരവിളക്കും കാവടി ഉത്സവവും എല്ലാം ഇവിടെ സമുചിതമായി ആഘോഷിക്കപ്പെടുന്നു. എങ്കിലും യഥാർത്ഥ കൊടിയേറിയുള്ള ഉത്സവം മീനമാസത്തിലാണ്. മീനമാസത്തിലെ ഉത്രം നാളിൽ ആറാട്ടോടെ സമാപിക്കുന്ന മഹോത്സവത്തിന് 10 ദിവസം മുമ്പ് തൃക്കൊടിയേറ്റ് നടക്കും. ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി മേൽത്തരം കലാപരിപാടികളും വർണ്ണവിസ്മയമൊരുക്കുന്ന കരിമരുന്ന് പ്രയോഗവും ക്രമീകരിക്കപ്പെടും. വിദൂരങ്ങൾ നിന്നുപോലും ശബരിമലയ്ക്ക് പോകും വഴിയും അല്ലാതെ ജനകോടികൾ ദർശനം നടത്തി സായുജ്യമടയുവാൻ എത്തുമ്പോൾ അഭീഷ്ടവരദായകനായി അന്നദാന പ്രഭുവും അനാഥ രക്ഷകനുമായി നാട്ടാർക്കഖിലകുല ദൈവമായ പൊന്നു പാക്കിൽ ധർമ്മശാസ്താവ് പരിഹാര സുതനയ്യനയ്യപ്പ സ്വാമി വാണരുളുന്ന മധ്യ കേരളത്തിലെ കോട്ടയം ജില്ലയിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽപ്പെടുന്ന നാട്ടകം വില്ലേജിൽ പാക്കിൽ പോസ്റ്റ് ഓഫീസിന് കീഴിൽ പാക്കൽ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന് കീഴിലാണെങ്കിലും വിശ്വാസികളായ ജനസഹസ്രങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉപദേശക സമിതിയാണ് ഉത്സവാഘോഷങ്ങൾ നടത്തുന്നത്. വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്.